ഹായ് ഹലോ എല്ലാവർക്കും മൈഷേഴ്സ് ബുട്ടീക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞൊരു വീഡിയോ അല്ല, ഡ്രസ്സിന്റെ കളക്ഷൻസിന്റെ വീഡിയോ ഒന്നും അല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വന്നൊരു ദിവസമാണ് കേട്ടോ. അങ്ങനെ ഒരു ഗിഫ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടുമെന്ന്. ഞാനാണ് എല്ലായ്പ്പോഴും കമന്റേഴ്സിനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാറുള്ളത്. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയും പെട്ടെന്ന് ഷോക്ക്ഡായിരുന്നു ഞാൻ. അതുപോലെ തന്നെ കരയണോ സന്തോഷിക്കണോ എന്നറിയാത്തൊരവസ്ഥയായിരുന്നു. എന്താ പറയാ, അത്രയും പ്രഷ്യസ് ആണ് എനിക്കിത്. അപ്പോൾ ഇത് എനിക്ക് തന്നിട്ടുള്ളത് പ്രീത ചേച്ചിയാണ്. ബാംഗ്ലൂരാണ് അവര്. അപ്പോൾ എപ്പോഴും എല്ലാ പ്രാവശ്യവും അവര് ആദ്യമേ, അതായത് ഞാൻ ഈ ചാനൽ തുടങ്ങിയ കാലം തൊട്ടേ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ കമന്റേഴ്സിനുള്ള ഗിഫ്റ്റ് ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ മകളായിരുന്നു. എന്നെ അനുകരിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അന്നേരം അനുകരിച്ച സമയത്ത് ഞാൻ അതുപോലെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഹാന കൃഷ്ണ എന്ന മകളുടെ പേര്. അപ്പോൾ അവര് തന്ന ഇതിൽ കണ്ടോ, സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പ്രീത ഹാന കൃഷ്ണ. കണ്ടോ, മകള് അത്ര നന്നായിട്ടൊന്നും മലയാളം പറയത്തില്ല, ചേച്ചി നന്നായിട്ട് മലയാളം പറയും. അപ്പൊ എന്നാലും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മൂക്ക്. അപ്പൊ മോൾക്കും ഞാനന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് ഇങ്ങനൊരു ഇത്രയും നല്ലൊരു ഓണക്കോടി എനിക്ക് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ 4 പേർക്ക് ഓണക്കോടി ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഷോർട്സ് ആയിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പിന്നെ പ്രതീക്ഷിക്കാതെ ഈ ഗിഫ്റ്റ് കൂടി കിട്ടിയപ്പോൾ അവരോട് എങ്ങനെ നന്ദി പറയാം, എങ്ങനെയാണ് ഞാൻ പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിടുന്നത് കേട്ടോ. അപ്പൊ ഒരുപാട് താങ്ക്സ്. എങ്ങനെ നന്ദി പറയണം എന്ന് അറിയത്തില്ല. കാരണം ലൈഫിൽ ഞാൻ ഒരുപാട് പേർക്ക് ഒരുപാട് ഗിഫ്റ്റായിട്ടും ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്കൊരാൾ ഇങ്ങനെ, അല്ല എൻ്റെ കൂടെയുള്ളവർ എനിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എന്നെ ജീവനെ പോലെ കണക്കാക്കുന്ന 2 പേര് ഞാൻ പറഞ്ഞില്ല, അവർ ചെയ്യാറുണ്ട്. പിന്നെ ഫാമിലീസും ഒക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, പുറത്തു നിന്ന് എനിക്കൊരാൾ, ഞാൻ ഒരുപാട് പുറത്ത് കൊടുത്താലും എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടാറില്ല. പക്ഷെ പ്രതീക്ഷിക്കാറുമില്ല കേട്ടോ. പക്ഷെ എനിക്കിത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രഷ്യസ് ആണ്. ഇതാണ് എൻ്റെ ഇപ്രാവശ്യത്തെ ഓണക്കോടി. ഇത് ചേച്ചിക്ക് എങ്ങനെയാണ് ഞാൻ നന്ദി പറയാന്ന് അറിയത്തില്ല. അപ്പൊ ഇനി വേറൊരു ഓണക്കോടി ഒന്നും ഇടത്തില്ല. ഓണം ഇല്ല കേട്ടോ, അത് ആദ്യം പറയാം. ഞങ്ങൾക്ക് ഓണം ഇല്ല, മാമൻ മരിച്ചതുകൊണ്ട് ഓണം ഇല്ല. എന്നാൽ പോലും ഇതായിരിക്കും എൻ്റെ ഓണക്കോടി. എന്താ പറയാ, എത്രയും ഹാപ്പിയാണ് ഞാൻ ഇത് കിട്ടിയതിൽ. അതുപോലെ തന്നെ സങ്കടവും തോന്നി. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളത്, ആർക്കൊക്കെയാണ് ഗിഫ്റ്റ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത 4 പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതില് ആദ്യത്തെ ആള് ഉണ്ണിമായ ഉണ്ണി എന്ന് പറഞ്ഞ കുട്ടി എല്ലാ വീഡിയോസും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിന്ധു കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ചേച്ചി, ആ ചേച്ചി ഫസ്റ്റ്ന്നേ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു. ഇത്തവണയും ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല ഷെയറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തത് ഇവർ 2 പേരുമാണ്. പിന്നെ രശ്മി ബിജുകുമാർ 5822, അവരും നാട്ടിൽ അത്രയും നന്നായി ഷെയർ ചെയ്യുകയും അത്രയും നന്നായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരാളായിരുന്നു. പിന്നെ പ്രീത ചന്ദ്രൻ എന്ന് പറയുന്നത് ഈ ഒരു ഗിഫ്റ്റ് തന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം, ഉണ്ണിമായ ഉണ്ണി, സിന്ധു കുഞ്ഞുമോൻ, രശ്മി ബിജുകുമാർ 5822, പ്രീത ചന്ദ്രൻ. പ്രീത ചേച്ചി ആദ്യമേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായി സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അല്ലാതെ ഈ ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ടല്ല പ്രീത ചേച്ചിക്ക് ഞാൻ ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും കരുതരുത്, ചേച്ചിയായാലും കരുതരുത്. അത്രയും സപ്പോർട്ട് നന്നായിട്ട് ആദ്യമേ തന്നിട്ടുണ്ടായിരുന്നു. അറിയ പോലും ചെയ്യാത്ത ഒരാൾക്ക് ഇത്രയും സപ്പോർട്ട് കൊടുത്തില്ലേ, അതുപോലെ തന്നെ ഗിഫ്റ്റ് തന്നില്ലേ, എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക് യു ചേച്ചി. എന്താ പറയാൻ തന്നെ എനിക്ക് അറിയത്തില്ല, അത്രയും ഹാപ്പിയാണ് ഞാൻ കേട്ടോ. പിന്നെ വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ. പിന്നെ ഇന്ന് തന്നെ, നാളെ രാവിലെ തന്നെ നിങ്ങളെ DTDC വഴി അയക്കുന്നതായിരിക്കും കേട്ടോ. അത് എൻ്റെ ഒരു സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത്. ഈ ഒരു ബിസിനസ് ഒക്കെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നതിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.